കണ്ണ് മൂടിക്കെട്ടി അല്ലെ തൻ്റെ ഭർത്താവിന് ദ്രോണർക്ക് കണ്ണ് കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ തനിക്കും കണ്ണിന് കാഴ്ചശക്തി വേണ്ട എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ അതേപോലെ തന്നെ ഞാനും മതി, ഭർത്താവിന് കാണാത്ത എനിക്കും കാണണ്ടെന്നാണ് കണ്ണ് മൂടിക്കെട്ടി ഉള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ഗാന്ധാരി. നമ്മുടെ ഈ ഒരു പുരാണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് ഗാന്ധാരി. എന്താണ് ഗാന്ധാരി വിലപിക്കുന്നത്? ഇത് നടക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ കവിതയാണ് കേട്ടോ. ഗാന്ധാരി വിലാപം എന്താണ്? കുരുക്ഷേത്ര യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുരുക്ഷേത്ര യുദ്ധം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഗാന്ധാരിയുടെ നിലവിളിയാണ് നമ്മുടെ ഗാന്ധാരി വിലാപം എന്ന് പറഞ്ഞ എന്താ? വിലാപം എന്നുള്ള അർത്ഥം എന്താ? കരച്ചിൽ എന്നൊക്കെ പറയാട്ടോ. കരച്ചിൽ. എവിടെ നിന്നാണ് കരയുന്നത്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് നമ്മുടെ ഗാന്ധാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതായത് പുരാണത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഒരു സ്ത്രീ കഥാപാത്രമാണ് ഗാന്ധാരി. ഈ ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ യുദ്ധക്കളത്തിൽ തൻ്റെ കൃഷ്ണനോട് പരിവേദനവും പരാതിയും ഒക്കെ പറഞ്ഞ് ഗാന്ധാരി വിലപിക്കുന്ന രംഗമാണ് നമ്മുടെ ഈ മലയാളം. ഇതിൻ്റെ ആശയമാണ് മിസ് വിശദമാക്കുന്നത്. കവിതയുടെ ആശയം വിശദമാക്കുക. ഗാന്ധാരി വിലപിക്കുന്നത് എന്തിനാണ് ഒക്കെ മിസ് പറഞ്ഞുതരാം. കവിതയുടെ ആശയം എന്താണ്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് തൻ്റെ പരാതിയും പരിഭവങ്ങളും കൃഷ്ണനോട് വെളിപ്പെടുത്തുന്ന ഒരു ആശയമാണ് ഇതിൽ നമ്മുടെ കവി വ്യക്തമാക്കുന്നത്. നമുക്ക് നോക്കാം. മിസ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരട്ടെ ആദ്യം എന്താണെന്നുള്ളത് വായിക്കാം നമുക്ക്. പിന്നെ കണ്ടില്ലയോ നീ മുകുന്ദ, തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? മുകുന്ദ മുകുന്ദ എന്നൊരു പാട്ട് കേട്ടില്ല? അപ്പോൾ ശ്രീകൃഷ്ണനെ ഫോട്ടോ അങ്ങനെ കണ്ടില്ലേ? നമ്മൾ ആ കമലഹാസൻ തോന്നുന്നു ഒരു പടം കണ്ടില്ലേ? അതേപോലെ തന്നെ ഇത് മുകുന്ദ വെച്ച് തുടങ്ങുന്ന ഒരു പാട്ടാണ് അല്ലേ? കണ്ടില്ലേ, അതായത് കവിത. കണ്ടില്ലയോ നീ മുകുന്ദ, കൃഷ്ണ നീ കണ്ടില്ലേ എന്ത് ധരണിയിൽ ഉണ്ടായ മന്നരിൽ മുമ്പൻ ഭാഗതത്തൻ തൻ കരിവീരൻ അരികെ ധനുസ്സുമായി. കരിവീരൻ എന്ന ആനക്കടുത്ത് വീണ് കിടക്കുന്ന കണ്ടില്ലേ എൻ്റെ മകനെ നീ കണ്ടില്ലേ കൃഷ്ണ എന്ന് പറഞ്ഞ കരയാണ് കേട്ടോ. അത് തുടങ്ങുന്നതന്നെ സംക്രമ ശരത്തിനാൽ വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അയ്യോ ശിവ. ശോണിതം എന്ന് പറഞ്ഞാൽ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് നീ കാണുന്നില്ലേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അത് മരിച്ചു കുറേ ആൾക്കാർ മരിച്ചെടുക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ. അത് കണ്ട് ഗാന്ധാരി കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് തൻ്റെ സങ്കടങ്ങൾ പറയുന്നതാണ് ഈ കവിതയുടെ ആശയം. നല്ല മരതക്കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ചെല്ലെഴും അർജുനൻ തൻ്റെ മരുമകൻ കൊള്ളാഞ്ഞവനെന്ത് ഇവൻ കൊല്ലിക്കെ അത്രേ നിനക്ക് രസമെടോ. അല്ലലാകുന്നിതേ കണ്ട തോറും ഇനി കൊല്ലായികയില്ലെങ്കിലും പൊളിയല്ല് ദൈവമേ. അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതില്ലയോ ഖേദം ചെറുതു നിൻ മാനസ. എത്രയും കേഴ് കരഞ്ഞിട്ട് നിനക്ക് എന്താണ് ഒരു ഭാവഭേദം ഇല്ലാത്തത്? കല്ലുകൊണ്ടോ മനം താവകമാകില കല്ലിനും ആർദ്രതയുണ്ടത് കാണുമ്പോൾ. കല്ലാണോ കൃഷ്ണന്റെ മനസ്സ് കല്ലാണോ? കല്ലിന് ഇതിനേക്കാളും ആർദ്രത ഉണ്ട്. എത്ര നേരം ഞാൻ കരയുന്നു എന്നൊക്കെ. നീലമല പോലെ കൃഷ്ണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരിക്കാൻ കണ്ടം മുറിഞ്ഞു ജയദ്രഥൻ തന്നുടൽ കണ്ട് അർജുനനെ ശരത്തിനാൽ ഏകമകൾ ദുശ്ശള കേഴുന്നു വെന്തുരുകുന്നു ശിവശിവ. ദ്രോണരെ സംസ്കരിച്ചൊരു ദ്രോണരെ സംസ്കരിച്ചൊരു നിലമത കാണാതായത അല്ലയോ ദൃഢതയുള്ള ദൃഷ്ടദ്യുപ്നൻ ഏറ്റവും ശിഷ്ടനായൊരു ഗുരുവല്ലേ കൊല്ലുവാൻ മറ്റൊരുത്തന് തോന്നിടുമോ മാനസേ മുറ്റുവൻ ഒഴിഞ്ഞൊരോർക്കിൽ മഹാമതി. നീ എന്തി വണ്ണമൻ മാധവ കാട്ടുവാൻ നീയതു കത്തുന്നത് ഇല്ല ഉള്ളിൽ ഈശ്വര. മാരുതി കീറിപ്പിളർന്നു കുടിച്ചൊരു മാറിടം കണ്ടാൽ പൊറുക്കുമോ പൈതലെ. മാറുമോ കണ്ണുനീരിന് എൻ മകൻ ദുര്യോധനൻ തൻ മകൻ തൻ്റെ ശരീരമതല്ലോ ദയാനിധേ. ഇപ്പൊ ആരാ പറയുന്നത്? ഗാന്ധാരി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. ലക്ഷണമുള്ളൊരു പൈതലാം ലക്ഷ്മണ നീയും ചതിച്ചിതോ ഞങ്ങളെ. നീയും ചതിച്ചോ ലക്ഷ്മണ. കണ്ണുകൊണ്ട് ഇങ്ങനെ കാണേണ്ടമെന്നതും കർണനാം അങ്കര യുണ്ണികൾക്ക് ഏറ്റവും പ്രധാനമായുള്ളവൻ കുണ്ടലമറ്റതാ വേറെ കിടക്കുന്നു. കർണൻ കവചകുണ്ടലക്കാക്കി അതാടെ കിടക്കുന്നു. ഗണ്ഡസ്ഥലം അതാ പിന്നെയും മിന്നുന്നു. വില്ലാളികൾ മുമ്പൻ ആയവൻ തന്നുടെ വില്ലിതാ വേറെ കിടക്കുന്നത് ഈശ്വര. കണ്ടാലും അമ്പോട് നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്നതിങ്ങനെ. വന്നതിനെന്ത് കാരണം ദൈവമേ പൂരിച്ച ഖേദമാൽ കരം അടിയിൽ ചേർത്തു. കണ്ടുകൂടാതെ എനിക്കിന്ന് ഗാന്ധാരിയും മണ്ടിനാൽ വീണാളു ഉരുണ്ടാൽ തെരുതരെ. വീണ് ഉരുളാണ് നിലത്ത് ഗാന്ധാരി. എന്താ ഇപ്പൊ സംഭവം? കുരുക്ഷേത്രം ഭാരതം കിളിപ്പാട്ടിലെ കരുണരസം നിറഞ്ഞൊരു സന്ദർഭമാണ് ഗാന്ധാരി വിലാപം.
കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചു കിടക്കുന്ന പുത്രന്മാരെയും ബന്ധുമിത്രാദികളെയും കൊണ്ട് ഓരോന്ന് പറഞ്ഞു വിലപിക്കുന്ന ഗാന്ധാരിയുടെ ചിത്രമാണ് ഏത് കഠിന ഹൃദയനെയും സങ്കടമാക്കുന്ന രീതിയിൽ കാണിക്കുന്ന രീതിയിൽ അല്ലേ ആർദ്രമാക്കുന്നതാണ് ഈ ഒരു കവിതയുടെ ചിത്രം അല്ലേ. അതായത് കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചു കിടക്കുന്ന പുത്രന്മാരെയും നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, എങ്ങനെ എഴുതണം? മരിച്ചു കിടക്കുന്ന പുത്രന്മാരെയും ബന്ധുമിത്രാദികളെയും കണ്ട് ഓരോന്ന് പറഞ്ഞു വിലപിക്കുന്ന ഗാന്ധാരിയുടെ ചിത്രമാണ് ഈ ഒരു ഗാന്ധാരി വിലാപം എന്ന കവിതയിൽ പറയുന്നത്. പിന്നെ ഹേ കൃഷ്ണ, നീ കാണുന്നില്ലേ എന്ത് ഈ ഭൂമിയിൽ ഉണ്ടായ രാജാക്കന്മാരിൽ പ്രധാനിയായ അർജുനനും കുരുക്ഷേത്ര യുദ്ധം ആര് തമ്മിലാ? അർജുനനും കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം. മറന്നു പോവരുത് ആരാണ് ഇത്, ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ. കൗരവർ, പാണ്ഡവർ. ഓക്കെ, ഇത് കൗരവരിൽ ദുര്യോധനൻ ആള്, മെയിൻ ആള്. ഇത് പാണ്ഡവരിൽ അർജുനൻ. ഇവരെന്താണ്? കസിൻസോ ആണ് കേട്ടോ. ഇതൊരു റിലേഷന്റെ കഥ. അതാണ് ബന്ധുമിത്രാദികളാണ് മരിച്ചു കിടക്കുന്നത് പറയുന്നത് കേട്ടോ. അപ്പൊ ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ് മിസ് പറഞ്ഞത്. കുരുക്ഷേത്ര യുദ്ധം ആര് തമ്മിലാണ്? പാണ്ഡവരും കൗരവരും തമ്മിലാണ്. ഇതിൽ പാണ്ഡവരുടെ ലീഡർ ഒരാളുണ്ടാവുമല്ലോ, നേതാവ് ആരാണ്? അർജുനനാണ്. കൗരവരുടെ നേതാവ് ദുര്യോധനനാണ്. അപ്പൊ ദുര്യോധനൻ കള്ളച്ചൂത് കളിച്ച് തോൽപ്പിച്ചിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഗാന്ധാരി പറയുന്നത് ആരെ ഭാഗം പറയുന്നത്? കൗരവരിൽ ഇവർ വീണ് കിടക്കുന്ന ദ്രോണരുണ്ട്, കർണനുണ്ട്, ദുശ്ശള, അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളുടെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ റിലേഷനാണ്, കുടുംബക്കാരാണ്. അപ്പോൾ എന്തു ചെയ്യാൻ മടിയില്ലാത്ത അഹങ്കാരിയാണ് ആര്? ദൃഷ്ടദ്യുമ്നൻ എന്നൊക്കെ പറയുന്നു അല്ലെ. ശ്രീകൃഷ്ണനെ സംബന്ധിക്കുന്നത് കൃഷ്ണനോടാണ്. അർജുനന്റെ തേര് തളിക്കുന്നത് കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണ, നീ കാണുന്നില്ലേ ഇവിടെയൊക്കെ ആളുകൾ മരിച്ചു കിടക്കുന്നു, ഈ യുദ്ധം ഒന്ന് നിർത്താൻ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗാന്ധാരി കരയുന്നത്. ഓക്കെ, പിന്നെയോ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്, അഹങ്കാരിയാണ് ദൃഷ്ടദ്യുമ്നൻ എന്നൊക്കെ ഗാന്ധാരി പറയുന്നു. പിന്നെ മാധവ, കൃഷ്ണ, നീ എന്താണ് ഇനിയൊന്നും ഉണ്ട്? ഈശ്വരൻ എൻ്റെ മനസ്സിൽ നിന്ന് കത്തുകയാണ്, നീ ഇതൊന്നും കാണുന്നില്ലേ? പിന്നെ ഹേ കൃഷ്ണ, എൻ്റെ ഉള്ളിലെ ദുഃഖത്തിന് എന്തെങ്കിലും ശമനം ഉണ്ടാകുമോ? പിന്നെന്താണ്? പാഞ്ചാലിയെ രാജസഭയിൽ വെച്ച് ഭക്താക്ഷരം ചെയ്ത് ദുശാസനം രക്തം കൂടി ഭീമസേന, അങ്ങനെ ഭീമസേനനെ പ്രതിജ്ഞ നിറവേറ്റി. തൻ്റെ അമ്മയായ ഗാന്ധാരിക്ക് എങ്ങനെയാണ് ആ കാഴ്ച കണ്ട് സഹിക്കാനാവുക? ഓക്കെ, പാഞ്ചാലിയെ രാജസഭയിൽ വെച്ച് അപമാനിച്ചിരുന്നു അല്ലേ. അപ്പം അതൊക്കെ എന്താ പറയുന്നത്, വസ്ത്രാക്ഷേപം ചെയ്തത് അപമാനിക്കാൻ ദുശാസനെ മാറി പിളർന്നു. ഭീമനാണ്. പാഞ്ചാലി എന്ന് പറഞ്ഞാൽ 5 ആൾക്കാരുടെ ഭാര്യയായിരുന്നു പാഞ്ചാലി. അതായത് അർജുനനും ഭീമനൊക്കെ 5 ആളാണ്, നകുലൻ സഹദേവനൊക്കെ. ഈ 5 ആളിലെ ഭാര്യയായിട്ടിരുന്നു പാഞ്ചാലി. അതായത് ഇവർക്ക് എന്തും ദൂരത്തുനിന്ന് എന്തേ എവിടെ പോയി വരുമ്പോൾ എന്തേ കയ്യിലുണ്ട്, നിങ്ങളെല്ലാവരും ഒരുമിച്ചെടുത്തോളൂ, പങ്കുവെച്ചെടുത്തോളൂ എന്നാ പറയല് ഒരു അമ്മ. അങ്ങനെ ഒരു ദിവസം ഇവർ പാഞ്ചാലിയുടെ കല്യാണം കഴിച്ച് ജസ്റ്റ് പാഞ്ചാലിനെ കൊണ്ടുവരുമ്പോൾ അമ്മ അകത്തുനിന്ന് വിളിച്ചു, നിങ്ങൾ എന്താന്ന് കൊണ്ടുവന്നത്? അമ്മയ്ക്ക് സമ്മാനമായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നോ? ആ അമ്മയെ ഞങ്ങളൊരു കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കൊണ്ടുവന്നാൽ നിങ്ങളെല്ലാവരും പകുത്തെടുത്തോളൂ. അർജുനന്റെ അമ്മ പറഞ്ഞത് പ്രകാരം പകുത്തെടുത്തു. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് 5 ആൾക്ക് ഒരു ഭാര്യ എന്ന നിലവിലാണ് നമ്മുടെ രാമായണ കഥയിൽ പോകുന്നത്. ഓക്കെ, ഈ കഥയിൽ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ, അതിലൊരാളാണ് ഭീമൻ. അങ്ങനെ ഈ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധഭൂമിയിൽ വെച്ചിട്ട് യുദ്ധം തുടങ്ങുന്ന ഒരു കാരണം ഉണ്ടാവുമല്ലോ. അങ്ങനെ രാജസഭയിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാണ്. അപ്പോൾ ഭീമൻ അതിലൊരു ഭർത്താവാണല്ലോ. ഭീമൻ, സഹദേവൻ, നകുലൻ എന്നൊക്കെ പറഞ്ഞല്ലോ മിസ്. അർജുനന്റെ അനിയന്മാരാണ് ഇവരൊക്കെ. അപ്പൊ ഈ ഭീമന് പാഞ്ചാലിയെ ദുര്യോധനൻ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ഭീമനാണ് എതിർക്കുന്നതും പറയുന്നത്, ഇനി നിന്റെ ഞാൻ മാറു പിളർന്ന് രക്തം കുടിക്കും, നീ എൻ്റെ ഭാര്യയെ നീ തുടരുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭീമനാണ് മാറു പിളർന്ന് രക്തം കുടിക്കാൻ വന്നതെന്നൊക്കെ ആര് പറഞ്ഞ് കരയുന്നു? ഗാന്ധാരി കരയുന്നു. എന്താ പറയുന്നത്? പിന്നെ ഭീമസേനൻ പിന്നെ പ്രതിജ്ഞ നിറവേറ്റില്ലേ. ഭീമസേനൻ എന്ത് ചെയ്തു? ദുശാസനാണ് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത്. അപ്പൊ ദുശാസനന്റെ മാറി പിളർന്ന് ഭീമൻ രക്തം കുടിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഗാന്ധാരി വളരെ സങ്കടത്തോടെ അലറിക്കരയുന്നു. ഭീമസേനൻ ആ പ്രതിജ്ഞ നിറവേറ്റി. പക്ഷെ അമ്മയായ ഗാന്ധാരിക്ക് പിന്നെ എങ്ങനെയാണ് ആ കാഴ്ച കണ്ടു നിൽക്കാനാവുക? തൻ്റെ മകനായ ദുര്യോധനന്റെ പുത്രൻ ലക്ഷ്മണന്റെ ശരീരമാണല്ലോ. എൻ്റെ ലക്ഷണങ്ങളും തികഞ്ഞ ലക്ഷ്മണകുമാര, നീയും ഞങ്ങൾ ഉപേക്ഷിച്ചു. എൻ്റെ കണ്ണുകൊണ്ട് ദുരന്തങ്ങളെല്ലാം എൻ്റെ കുട്ടികളെ, നിങ്ങൾ എന്തിനാണ് എൻ്റെ കുട്ടികളെ ഇങ്ങനെ ഇതാക്കിയെന്നൊക്കെ പറയുന്നില്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നു? പിന്നെ അർജുനൻ അവരുടെ വലതു കൈകൊണ്ട് സമ്പൂർണ്ണ നാശത്തിന്, അതായത് ദുര്യോധനന്റെ സമ്പൂർണ്ണ നാശത്തിന് കാരണമാവരുത്, എൻ്റെ മക്കളെ നിങ്ങൾ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞ് ഗാന്ധാരി കൃഷ്ണന്റെ
കൃഷ്ണനോട് പറഞ്ഞ് കരയുന്നു, പരാതി പറയുന്നതാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഓക്കെ. ഉണ്ണി മകനെ ദുര്യോധന, നിന്റെ സ്വർണ്ണക്കിരീടവും അലങ്കാരങ്ങളും ദേവേന്ദ്രനും പ്രൗഢിയും പ്രതാപവും എല്ലാം കളഞ്ഞുകൊണ്ട് എന്നെയും എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയും പെട്ടെന്ന് ഉപേക്ഷിച്ച് നീ പോവുകയാണോ ദുര്യോധന എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. കൃഷ്ണ, നീ ഒന്നും കാണുന്നില്ലേ? ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ ഹൃദയം പൊട്ടുകയാണ്. പട്ടുകിടക്കിൽ മാത്രം കിടന്ന് ശീലമുള്ള ദുര്യോധനൻ ചോരയിൽ കിടക്കുന്ന നീ കാണുന്നില്ലേ കൃഷ്ണ? ഈ ഒരു യുദ്ധം നിനക്ക് ഒഴിവാക്കിക്കൂടായിരുന്നോ കൃഷ്ണ? എത്ര ബന്ധുമിത്രാദികളാണ് കരഞ്ഞ് ഈ ഒരു യുദ്ധഭൂമിയിൽ കിടക്കുന്നത് കൃഷ്ണ? നീ എന്തെങ്കിലും പെട്ടെന്ന് ഇതിനൊരു പരിസമാപ്തി കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗാന്ധാരി കരയുന്നതാണ് ഈ ഒരു ഗാന്ധാരി വിലാപം എന്ന കവിതയിലെ ആശയത്തിലൂടെ കവി പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു പാഠവും ഒരു കവിതയുമാണ് നമ്മളിപ്പോൾ വിശദമായി ഡിസ്കസ് ചെയ്തത്. അത് ലളിത ജീവിതം എഴുതിയത് മഹാത്മാഗാന്ധിയിലെ ഗാന്ധിജി നമ്മൾ വിളിക്കുന്ന മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ലളിത ജീവിതം, അദ്ദേഹം അലക്കുകാരൻ, സ്വയം അലക്കിയത് എങ്ങനെയാണ്, സ്വയം ക്ഷുരകം ചെയ്തത് എങ്ങനെയാണ്, ഗോഖലെ ഒരു നേരിയത് കൊടുത്തതും ആ നേരിയത് അലക്കാൻ ഗാന്ധിജി കൊണ്ടുപോകുന്നതും, ഗോഖലെ പറഞ്ഞ് നീ അത് ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഗോഖലെ കളിയാക്കുന്നുണ്ട് ഗാന്ധി. നീ എപ്പോഴാണ് അലക്കുകാരൻ, നീ ഒരു വക്കീലല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഭാഗം മാത്രമേ ലളിത ജീവിതം. എങ്ങനെയാണ് ഗാന്ധിജി അവസാനം ലളിത ജീവിതത്തിലേക്ക് വന്നത്? സ്വയം വസ്ത്രങ്ങൾ നെയ്ത്. പിന്നെ അവസാനത്തിലേക്ക് ഗാന്ധിജി സ്വയം യൂറോപ്യൻകാരുടെ വസ്ത്രം തന്നെ ഗാന്ധിജി ഉപയോഗിക്കാതായില്ല അവസാനത്തെ. അതൊന്നും ഇതിൽ പറയുന്നില്ല. എങ്കിലും നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയൊക്കെ എഴുതാം, മഹാത്മാഗാന്ധി അവസാന നിസ്സഹകരണ പ്രസ്ഥാനത്തോടു കൂടി ഇന്ത്യയിലെ സോഷ്യൽ റിഫോർമർ എന്ന രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചൊരു സാമൂഹ്യ പരിഷ്കർത്താവും നമ്മുടെ പിതാവുമാണ് നമ്മുടെ മഹാത്മാഗാന്ധി നമുക്ക് പറയാം. പിന്നെ ഗാന്ധാരി വിലാപം ആരുടേതാണ്? പിന്നെ തുഞ്ചത്ത് രാമാനുജൻ ഗാന്ധാരി യുദ്ധഭൂമിയിൽ കൃഷ്ണനോട് പറയുന്ന പരാതിയും പരിഭവവും കരച്ചിലും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കവിത മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിന്നിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.